ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. അപ്പോൾ എല്ലാ 5ാം ക്ലാസ്സിലെ മക്കളും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങൾ അല്ലേ, ഇത്തിരി ടെൻഷനൊക്കെയുള്ള ദിവസങ്ങളായിരുന്നു. നിങ്ങളെല്ലാവരും 4ാം ക്ലാസ്സിൽ എഴുതിയ LSS എക്സാമിൻ്റെ റിസൾട്ട് നോക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. കുറേ ആളുകൾക്ക് ഇപ്പോഴും റിസൾട്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിവേ, എന്തായാലും അല്ലേ, മെജോറിറ്റി ഓഫ് ആളുകളും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾ LSS എക്സാം എഴുതാത്ത ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ LSS എക്സാം എന്ന് പറയുന്ന എക്സാം നിങ്ങളുടെ ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നു. അത് LPയിലെ ഒരു സെഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് എത്തി. നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അല്ലേ. നിങ്ങൾ LSS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നേ, എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ആളുകളോട് കൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത് എന്ന്. അപ്പോൾ എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്താമെന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. സൈലത്തിൻ്റെ LSSൻ്റെ സമയത്ത് നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അല്ലേ. ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ കുറേ ആളുകളെങ്കിലും എക്സാം എഴുതിയത്. അപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സൈലത്തിലെ ടീച്ചേഴ്സ് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിലും നമുക്ക് ഇതേപോലൊരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ UP സെക്ഷനിലെ ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ LSS എക്സാം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ടതില്ല. ഇനിയും ഒരുപാട് എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അവയ്ക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനും നല്ല രീതിയിൽ എക്സാമിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനും സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും കൂടെയുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സൈലത്തിൻ്റെ പൃഥ്വി ബാച്ച് ഉള്ളത്. പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പ്രാണ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് എന്ന്. ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മിസ് ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സസും കോണ്ടന്റ് വീഡിയോസും അതോടൊപ്പം ഓരോ സബ്ജക്റ്റും കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മോക്ക് എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നും എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുകൾ വരുന്നതെന്നും. അപ്പോൾ ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്നറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സൈലത്തിനോടൊപ്പം അടിപൊളിയായിട്ട് പഠിക്കാം. വാ.